നമ്മളൊരു വലിയ ദുരന്തത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകരാറായതിന്റെ പേരിൽ ഇത്തരത്തിൽ ആ ഡാം ആകെ അപകടാവസ്ഥയിലാണ് എന്ന തരത്തിലുള്ള വലിയ വാർത്തകൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുകയാണ് ആ വാർത്തകൾ പുറത്തു വരുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതൊരു ആസൂത്രിത പ്രചരണമാണോ എന്ന വലിയ സംശയം ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ജനകീയ തെരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് സനോജ് നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയ വിവരങ്ങൾ നൽകാനായി. സനോജ്, ജനകീയ തിരച്ചിൽ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പരപ്പൻപാറ പ്രദേശത്തു നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയ സാഹചര്യമുണ്ട്. ഈ ദുരന്തഭൂമിയിൽ തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് എത്ര സമയം വരെ നീണ്ടു നിൽക്കാനാണ് സാധ്യത? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജനകീയ തെരച്ചിലിനായി അവിടുത്തെ ആ ഭൂമിയിൽ നേരത്തെ താമസിച്ചിരുന്ന മനുഷ്യർ വരുമ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏറെ സങ്കടകരമാണ്. ഒരു കാലത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു മണ്ണിലേക്ക് ഇന്നത് ദുരന്തഭൂമിയായി മാറി അങ്ങോട്ടേക്ക് തിരിച്ചെത്തുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അത് നമുക്ക് വാക്കുകളിലോ ദൃശ്യങ്ങളിലോ പറയാൻ കഴിയില്ല. ഏറെ സങ്കടകരമാണ് ആ കാഴ്ച. തീർച്ചയായിട്ടും മനു, ഇപ്പോഴും തെരച്ചിൽ തുടരുക തന്നെയാണ്. അല്പസമയത്തിനകം ഒരു 2 മണി 3 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് പതിവ്. ഇന്ന് 6 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഇന്നും ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സിവിൽ ഡിഫൻസിൻ്റെയും ഒപ്പം തന്നെ യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു തെരച്ചിൽ നടക്കുന്നത്. പുഞ്ചിരിവട്ടം, ഒപ്പം തന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, ഒപ്പം തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാപകമായ തെരച്ചിൽ. എങ്കിലും ഇത്രയും ദിവസം പിന്നിടുമ്പോൾ കാര്യമായ, അതായത് 132 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു ശരീരഭാഗം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം, DNA ടെസ്റ്റ്, മറ്റ് പരിശോധനകളൊക്കെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വ്യാപകമായ തെരച്ചിൽ നടക്കുന്നു. നാളെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു തെരച്ചിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഹൃദയഭേദകമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നും. പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ കൂടുതലായി ഇന്ന് അവരുടെ വീടുകളിലേക്ക്, അതായത് വീടുകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്ന കാഴ്ച. എന്നാൽ അവർ മടങ്ങി വരുമ്പോൾ അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന ഇടത്ത് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ മാത്രമാണ്. പലരുടെയും വീടുകൾ പാടെ ഉരുളെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഉമ്മയും ഉപ്പയും ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ പിഞ്ചുകുഞ്ഞും മരണമടയുന്ന സാഹചര്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന 5 പേർ നഷ്ടപ്പെട്ടപ്പോൾ 2 പേരെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ മൃതദേഹം കണ്ടെത്തി. പിന്നീട് 3 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെയുള്ള നിരവധി കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ ഈ ചൂരൽ മേഖല, ഒപ്പം തന്നെ പുഞ്ചിരിവട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി, ഒപ്പം തന്നെ CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഇന്ന് ഈ ദുരിതബാധിത മേഖലയിൽ സന്ദർശനം നടത്തുകയുണ്ടായി. മനു, സനോജ് ഇപ്പോൾ എവിടെയാണ്? പുഞ്ചിരിമട്ടത്തായിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നിന്നിരുന്നത്. പുഞ്ചിരിമട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്. ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പൊട്ടി ഒഴുകി അത് ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചത് മുണ്ടക്കൈ, അതിനുശേഷമുള്ള ചൂരൽമല, വെള്ളാർമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഇന്ന് ഈ തെരച്ചിൽ നടക്കുമ്പോൾ 13 ദിവസമായിരിക്കുന്നു. മണ്ണിനടിയിൽ ഇനിയും ആളുകളുണ്ടോ എന്ന വലിയ സംശയമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി അവരെ ജീവനോടെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ ശരീരം വീണ്ടെടുക്കുക എന്നൊരു വലിയ ദൗത്യം നമ്മുടെ മുൻപിലുണ്ട്. ഈ ജനകീയ തെരച്ചിൽ അത് ഇന്നതിന് ശേഷവും മറ്റുള്ള ദിവസങ്ങളിലും തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും ജനകീയ തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് തീരുമാനം. ഞാൻ രാവിലെ ചൂരന്മലയിലായിരുന്നു. ചൂരന്മലയിൽ നിന്നും പുഞ്ചിരിമറ്റത്തായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി മുണ്ടക്കയിലെത്തി. അവിടെ പിന്നീട് ഇപ്പോൾ ചൂരന്മലയിലാണ് എത്തി നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയ ആളുകളാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മറ്റു ടീമുകൾ, റമീസും ഒപ്പം തന്നെ തിയോഫിനും ഉൾപ്പെടെയുള്ള ആളുകൾ മല കയറും. ഇപ്പോൾ വ്യാപകമായ രീതിയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. 3 മണി വരെ അത് തുടരും. ഒപ്പം തന്നെ നാളെയും സമാനമായ രീതിയിൽ തെരച്ചിൽ നടത്തുവാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലും നാളെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഇവിടെ മുഴുവൻ ആൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന
തീർച്ചയായിട്ടും സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുൾപ്പെടെയുള്ള തെരച്ചിൽ നാളെയും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പരമാവധി ആളുകളെ, അതായത് പരമാവധി ആളുകളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രത്യേകിച്ച് ഉറ്റവർ ഉടയവർ നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് അവസാനമായി അവരുടെ ശരീരഭാഗങ്ങളെങ്കിലും കണ്ടെത്തിയാൽ അത്രയും ആശ്വാസമായി കണക്കാക്കുന്ന ബന്ധുമിത്രാദികളാണുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി പേരെ ഇനിയും കണ്ടെത്താനുള്ള പരമാവധി പേരെ കണ്ടെത്തുക എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് സർക്കാരിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ തെരച്ചിൽ അവസാനിപ്പിക്കാതെ പരമാവധി ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണയുണ്ട്. സ്വയം സന്നദ്ധരായി വരുന്ന നിരവധി യുവാക്കളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒപ്പം തന്നെ സുരക്ഷാ സേനയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരെ, പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കേരളം ഒന്നാകെ ഈ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനു.